വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഡു യു വാണ്ട് ടു ബി മെയ്ഡ് വെൽ? യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം ആരംഭിക്കുന്നത് യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ടാകുന്നു. നമുക്ക് പരിചയമുള്ള വേദഭാഗമാകുന്നതുകൊണ്ട് 1-2 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. Where did Jesus go when he entered Jerusalem? സാധാരണയായിട്ട് നാം അനുമാനിക്കുന്നത് പെരുന്നാളാണ്, ഉത്സവമാണ്, യെരുശലേമാണ്. യെരുശലേമിലെ ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതിനായിട്ട് ചേർന്ന് വന്നു എന്നത്രേ നാം വിചാരിക്കുന്നത്. എന്നാൽ യേശു അങ്ങനെ ആയിരുന്നില്ല. There was a difference in the life and work of Jesus Christ. And what is the difference? സമൂഹം അവഗണിച്ചതായുള്ള മനുഷ്യരുടെ അടുത്തേക്കാണ് യേശു പോകുന്നത്. ഈ അധ്യായം നാം വായിക്കുന്ന അവസരത്തിൽ അവിടെ പറയുന്നുണ്ട്, ബെഥസ്ദ കുളക്കരയിൽ വ്യാധികൾ, കുരുടർ, മുടന്ത്, ക്ഷയരോഗികൾ ആദിയായ വലിയൊരു കൂട്ടമുണ്ടായിരുന്നു എന്ന്. യെരുശലേം ദേവാലയത്തിലും വളരെയധികം കൂട്ടം ഉണ്ടാകുന്നു ആരാധിക്കുന്നതിനായി. എന്നാൽ ജീസസ് had a preferential option for the weak and the marginalized. അതുകൊണ്ട് യേശു ക്രിസ്തു യെരുശലേം ദേവാലയം പോകുന്നതിനായിട്ട് താല്പര്യപ്പെട്ട ഒരു സ്ഥലമാണെങ്കിൽ കൂടി ഈ ഉത്സവത്തിന് യേശു അവിടെ ചെന്ന അവസരത്തിൽ പോകുന്നത് അവിടേക്കല്ല, അതിന് സമീപത്തുള്ള ബെഥസ്ദ എന്ന് പറയുന്നതായുള്ള കുളക്കരയിലേക്കാണ്. ആൻഡ് ഹി സ്പോട്ടഡ് വൺ പേഴ്സൺ, 38 ആണ്ട് രോഗം പിടിച്ച് കിടക്കുന്നതായുള്ളൊരു മനുഷ്യൻ, 38 long years ആ കുളക്കരയിൽ കിടക്കുന്നതിന് അവന് യാതൊരു മനപ്രയാസവുമില്ലായിരുന്നു. Every time he was expecting something to happen in his life. ഇന്ന് ദേവാലയത്തിൽ നാം എല്ലാവരും ചേർന്ന് വന്നിരിക്കുന്ന അവസരം, പ്രത്യേകിച്ച് 50 വർഷങ്ങൾ പൂർത്തിയാക്കുവാൻ ഇടയായി തീർന്നതായുള്ള അവസരം. ഡു വി എക്സ്പെക്ട് എനി ചേഞ്ച്, ട്രാൻസ്ഫർമേഷൻ ഇൻ അവർ ലൈഫ്? മുപ്പത്തിയെട്ട് ആണ്ട് രോഗം പിടിച്ച് കിടന്നതായുള്ള മനുഷ്യൻ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബ്ലസ്സി ചിത്രീകരിച്ചതായില്ല നമ്മളുടെ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനിയുടെ ഒരു എപ്പിസോഡ് കാണുകയുണ്ടായി. തിരുമേനി കാണാനായിട്ട് പോയ ഒരാൾ TJ ജോഷു അച്ഛനാണ്, മരിച്ചുപോയി. വൈദികരിൽ ശ്രേഷ്ഠനായുള്ളൊരു മനുഷ്യൻ, പാണ്ഡിത്യത്തിൽ അഗ്രഗണ്യനായുള്ള മനുഷ്യൻ, ജനങ്ങളുടെ ഹൃദയങ്ങളെ കവരുവാൻ തക്കവണ്ണം ഹൃദ്യമായിട്ട് എഴുതുവാൻ സാധിക്കുന്നതായുള്ളൊരു മനുഷ്യൻ. ആ അച്ഛൻ്റെ അടുത്തേക്കാണ് പോയത്. അപ്പോൾ അച്ഛൻ തിരുമേനിയോട് ചോദിച്ചു, തിരുമേനിക്ക് അദ്ദേഹം നല്ല വരങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. തിരുമേനി ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഭാവിഭാഗങ്ങൾ തമ്മിൽ ഐക്യപ്പെടുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് തിരുമേനി പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തിരുമേനി പറഞ്ഞു, I want to accept the differences between the various denominations. I want to accept the differences between the various Christian denominations. ഇന്നത്തെ നമ്മളുടെ ധ്യാനത്തെ നൽകിയിരിക്കുന്നതായ തലക്കെട്ടും അങ്ങനെയാണ്, ഓണർ
the differences. ഒരു ദേവാലയത്തിൽ നാം വന്നു ചേർന്നിരിക്കുന്ന അവസരത്തിൽ ഇന്നലെ വികാരി അച്ഛൻ നിങ്ങളോട് എല്ലാവരോടുമായിട്ട് പറഞ്ഞു, നമ്മളൊരു കുടുംബമാണ്. How do we become one family? We can become one family only by accepting the difference of the other person. കുടുംബജീവിതം നയിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ആളുകളിലേറിയ പങ്കും. How can you call your family a family without accepting the difference of the other persons in the family? ദൈവസന്നിധിയിൽ വളരെയധികം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വിവാഹ ജീവിതത്തിൽ ലഭിക്കുന്നതായുള്ള ആദ്യത്തെ കുഞ്ഞ്, രണ്ടാമതൊരു കുഞ്ഞും കൂടെ പിറക്കുന്നു. ആദ്യത്തെ കുഞ്ഞിന് വളരെ വ്യത്യാസമുള്ളതാണ് രണ്ടാമത്തെ കുഞ്ഞ്. ഞാൻ പറയേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി. ബട്ട് വി ആക്സെപ്റ്റ് ദം. ആദ്യത്തെ കുഞ്ഞ് വലിയ വഴക്കൊന്നും ഉണ്ടാക്കാതെ കിടന്നുറങ്ങുന്ന കുഞ്ഞാണ്, അതുകൊണ്ട് രാത്രി നമുക്ക് ഉറങ്ങാം. രണ്ടാമത്തെ കുഞ്ഞ് വന്നതോടുകൂടി രാത്രി ഉറക്കമെല്ലാം പോയി. രാത്രി മാത്രമേ അതിന് ഉറക്കമില്ലാതെ കിടക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാം ഉപദ്രവിക്കും, നമ്മളെല്ലാം ശല്യപ്പെടുത്തും. ഞാൻ അടുത്ത സമയത്ത് ഒരു ചിത്രീകരണം ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഒരു വീട്ടിൽ 2 മക്കള്. അതിൽ വീട്ടിലെ മകളെ നല്ല മിടുക്കിയ, നല്ലതായിട്ടൊക്കെ പഠിക്കും. അവൾക്ക് വരയ്ക്കാനും പിടിക്കാനൊക്കെ നല്ല താല്പര്യം. അതുകൊണ്ട് പേരൻസ് വിചാരിച്ചു നമുക്ക് ഒരു ആർട്ട് ടീച്ചറിൻ്റെ അടുത്ത് അയക്കാം, പോയി ചിത്രകലയെല്ലാം പഠിക്കട്ടെ. ഒരു ടീച്ചറിനെയൊക്കെ കണ്ട് അതൊക്കെ തരപ്പെടുത്തി. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, ഇവനെ എവിടെ അയക്കും? അപ്പോൾ അവരെ ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, എന്നാൽ അവളുടെ കൂടെ പോയിക്കോട്ടെ, ടു അക്കമ്പനി ഹർ. രണ്ടുപേരും കൂടെ അവിടെ പോയി. അവിടെ ചെന്ന സമയത്ത് ടീച്ചറ് ഒരു ആനയുടെ പടമൊക്കെ എടുത്തിട്ട് അവനോട് പറഞ്ഞു, നീ ഇവിടെ ഇരുന്ന് ഇതിനെ കളർ ചെയ്യണം. അപ്പോൾ അവന് മൾട്ടി കളർ ഉപയോഗിച്ചാണ് ആനയെ വരച്ചത്, പല കളറ്. ഇതെല്ലാം കഴിഞ്ഞ് ടീച്ചറെ കണ്ട അവസ്ഥ ചോദിച്ചു, എടാ നിനക്കറിയാൻ പാടില്ല ആനയുടെ നിറം എന്താണെന്ന്? ആന കറുത്തല്ലേ ഇരിക്കുന്നത്. ടീച്ചറെ, എൻ്റെ ആന അങ്ങനെയല്ല. അവൻ പറയുകയാണ്, എൻ്റെ ആന ഇന്നലെ ഹോളി കളിക്കാൻ പോയതാണ്, മൾട്ടി കളറ് ആ ദേഹത്തുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മൾട്ടി കളർ വരച്ചത്. Do we accept the difference of the other person? The difference of the other person. യേശു ഇഷ്ടപ്പെട്ട് പോയതായിട്ടുള്ള ഒരു സ്ഥലമാണ് ബെഥസ്ദാ കുളക്കര. പല തരത്തിലുള്ള ആൾക്കാരാണ്. അങ്ങനെയാണ് ദൈവം നമ്മളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ we all become one family because we accept the other. അനുരഞ്ജനത്തിൽ കൂടി അല്ലാതെ വിശുദ്ധ കുർബാന ശുശ്രൂഷ പൂർണ്ണമാവുകയില്ല. കിസ് ഓഫ് പീസ്. അതുകൊണ്ട് ഇവിടെ വന്ന് ആരാധിക്കുന്നതായുള്ള നമ്മെ ഓരോരുത്തരെയും എല്ലാ ആരാധനയും ഓർമ്മപ്പെടുത്തുന്നതായിട്ടുള്ള ഒന്നുണ്ട്. accept the difference of the other person. reconcile with that person. സാധിക്കുമോ? ഈ ലോകത്തിൽ ഞാൻ എന്നുള്ളൊരു ചിന്തയല്ലാതെ മറ്റൊരാൾ എന്ന് ചിന്തിക്കുന്നതിനായിട്ട് സാധിക്കുമോ? നിന്റെ സഹോദരനെ സ്നേഹിക്കുന്നിടത്താണ് ദൈവമുള്ളത്.
യോഹന്നാൻ എഴുതിയതായുള്ള ലേഖനത്തിലൂടെ പറയുന്നുണ്ട്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തെ കാണുകയല്ല, ദൈവത്തെ അനുഭവിക്കുകയാണ് വേണ്ടത്. ദൈവത്തെ അനുഭവിപ്പാനായിട്ട് സാധിക്കണം. ഇത് ദൈവമാണ് ചെയ്തത്, ഇത് ദൈവികമായുള്ള പ്രവൃത്തിയാണ്. ഇതിങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്വഭാവം. അന്യോന്യം സ്വീകരിക്കുന്നതിലൂടെ ദൈവമക്കളായിട്ട് നാം തീരുകയാണ് ചെയ്യുന്നത്. വി ആർ ബിക്കമിങ് ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്. എന്തിനാണ് ഈ 38 സംവത്സരങ്ങൾ ദീനമായി കിടന്ന മനുഷ്യനും മറ്റും ആ കുളക്കരയിൽ കിടന്നത്? അന്ന് അവിടെ ഒരു പൊതു സമ്മതമുണ്ടായിരുന്നു, ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു. ഈ കുളത്തിൽ ഒരു ദൈവദൂതൻ വന്ന് വെള്ളം കലക്കും. അപ്പോൾ ആദ്യം അതിൽ ചാടുന്നതായിട്ടുള്ള ആളിന് എന്ത് രോഗമാണെങ്കിലും സൗഖ്യം വരും. ഞാൻ അടുത്ത സമയത്ത് കോഴിക്കോട് വരെ ഒന്ന് യാത്ര ചെയ്തു. കോഴിക്കോടല്ല, കാസർഗോഡ് വരെ യാത്ര ചെയ്തു. അപ്പോൾ കാസർഗോഡ് ചെന്ന അവസരത്തിൽ ഈ ബേക്കൽ ഫോർട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ സമയത്തൊക്കെ ഉണ്ടായതായിട്ടുള്ള കോട്ടയൊക്കെ. അപ്പോൾ പറഞ്ഞു, ഇവിടെ ഈ സുൽത്താൻമാർ വന്നതായിട്ടുള്ള അവസരത്തിൽ മരിച്ച് അടക്കപ്പെട്ടതായിട്ടുള്ള ഒരാളുടെ കുടീരം ഇവിടെയുണ്ട്. ഇവിടെയുള്ള ആളുകൾക്കൊരു വിശ്വാസമുണ്ട്, ആ കുടീരത്തിൻ്റെ അടുത്ത് തന്നെ, ശവകുടീരത്തിൻ്റെ അടുത്ത് തന്നെ 7 പ്രാവശ്യം ക്രമമായിട്ട് പ്രാർത്ഥിച്ചാൽ ഏത് രോഗമാണെങ്കിലും സൗഖ്യം വരും. ഇവിടെ കൊളക്കരയിൽ കിടക്കുന്നതായിട്ടുള്ള മനുഷ്യൻ, അവന് വളരെയധികം ആകുലതയുണ്ട്, ഉത്കണ്ഠയുണ്ട്. ആകുലതയുടെ ഉത്കണ്ഠയുടെ മധ്യത്തിൽ വസിക്കുന്നതായിട്ടുള്ള നമുക്ക് എങ്ങനെയാണ് അതിനെല്ലാം അതിജീവിക്കുവാനൊക്കെ സാധിക്കുന്നത്? ഒരിക്കൽ സീസർ ഇംഗ്ലണ്ട് ആക്രമിക്കുന്നതിനായിട്ട് 14 കപ്പലുകളിൽ സൈന്യവുമായിട്ട് പുറപ്പെട്ടു. അവിടെ ചെന്ന് ഇംഗ്ലണ്ടിൻ്റെ സൈന്യത്തെ കണ്ടതായുള്ള അവസരം, വളരെ സജ്ജമായി ഒരുങ്ങി നിൽക്കുന്നതായുള്ള സൈന്യത്തെ കണ്ടതായുള്ള അവസരത്തിൽ ഈ ചെന്നതായിട്ടുള്ള സൈനികർക്ക്, സീസറിൻ്റെ ഭടന്മാർക്ക് ആകപ്പാട് ഉത്കണ്ഠയായി. എന്ത് സംഭവിക്കും? സീസറെ സേനാനായകന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, burn all those ships in which we came over here, burn all of them. കൽപ്പനയല്ലേ, പ്രമാണിക്കാതിരിക്കാൻ നോക്കുക. വളരെയധികം ആശങ്കയോടുകൂടിയാണെങ്കിലും പോയി അതെല്ലാം കത്തിച്ചു. അത് കത്തിക്കൊണ്ടിരുന്നപ്പോൾ സീസറെ തൻ്റെ കൂടെയുള്ള സൈന്യത്തെ എല്ലാം തൻ്റെ അടുക്കൽ വിളിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, now we have only 2 options. ഒന്ന്, ഇവിടെ കിടന്ന് മരിക്കുക. ഇല്ല എങ്കിൽ ഇംഗ്ലണ്ടിലെ സൈന്യത്തോടെ പടപൊരുതി ജയിച്ച് അവരുടെ കപ്പലിൽ നമുക്ക് നാട്ടിപ്പോവാം. അവർ യുദ്ധം ചെയ്തു. വളരെയധികം പ്രയാസമുള്ളതായുള്ളൊരു യുദ്ധമായിരുന്നു. ജീവൻ മരണ യുദ്ധം. അവസാനം സീസറിൻ്റേതായുള്ള സൈന്യം ജയിച്ചു. എങ്ങനെ ജയിച്ചു? അത് ജീവൻ മരണ യുദ്ധമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഒന്നുകിൽ ഇവിടെ കിടന്ന് മരിക്കണം, ഇല്ലെങ്കിൽ അവരെ തോൽപ്പിച്ച് അവരുടെ കപ്പലുമായിട്ട് തിരിച്ചു നാട്ടിൽ പോകണം. only 2 ways. നമ്മളുടെ ജീവിതത്തിൽ പ്രയാസ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ വഴികളെ ആരായുന്നതിനായിട്ട് നമുക്ക് സാധിക്കുമോ? ഇന്ന് 2ാമത്തെ പാഠം വായിച്ചതും ലേഖനം വായിച്ചതും ആദിമ അപ്പോസ്തലന്മാർ, പ്രത്യേകിച്ച് പത്രോസ് പ്രയാസങ്ങൾ അനുഭവിച്ചതായുള്ള മനുഷ്യരെ സൗഖ്യമാക്കിയതിനെ കുറിച്ചാണ്. യേശുവിൻ്റെ നാമത്തിൽ
അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം വായിക്കുന്ന അവസരത്തിൽ പത്രോസ് യോഹന്നാനും ആരാധനാ സമയത്ത് 9-ാം മണി നേരത്തെ അവർ ദേവാലയത്തിൽ പോയി, ആരാധനയ്ക്ക് പോയതാണ്. പോകുന്ന വഴിക്ക് സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ പിറവിയിലെ കുരുടനായിട്ടുള്ളൊരു മനുഷ്യരിപ്പുണ്ടായിരുന്നു, മുടന്തനായിട്ടുള്ള മനുഷ്യരിപ്പുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. സ്വർണവും പൊന്നും വെള്ളിയും ഒന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തരുന്നു, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക. യേശുവിൽ വിശ്വസിക്കുവാനൊക്കെ സാധ്യമായിട്ട് തിരിക. ക്ലിമീസ് ബാബ നമ്മെ ഓർമ്മിപ്പിച്ചു, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ. And with him in our vessel we are more than conquerors. ദൈവം നമ്മോട് കൂടി ഉണ്ടെങ്കിൽ, ദൈവം നമ്മോട് കൂടി ഉണ്ട് എന്നുള്ള ഉറപ്പ് നമുക്ക് ലഭിക്കുന്നത് അവനിൽ വിശ്വസിക്കുന്നതായുള്ള അവസരത്തിലാണ്. ബഥാന്യ ഭവനത്തിൽ തന്നെ അവസരത്തിൽ യേശു ക്രിസ്തു കരയുന്ന മാർത്തയും മറിയയൊക്കെ കണ്ടു. മാർത്തയോട് ആവർത്തിച്ച് പറയുന്നതായുള്ളൊരു കാര്യമുണ്ട്, വിശ്വസിക്കുക, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അവിടെയാണ് കർത്താവ് പറയുന്നത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നത്. ലാസ്റ്റ് ഉയർപ്പിച്ചതായുള്ള സംഭവമാണ്. അസാധ്യം എന്ന് നാം ചിന്തിക്കുന്നതായുള്ള കാര്യങ്ങൾ, നമുക്ക് ആകുലതയും ഉത്കണ്ഠയൊക്കെ ഉണ്ടാക്കുന്നതായുള്ള കാര്യങ്ങൾ, ദൈവം നമ്മോട് കൂടി ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കുന്നതിനായിട്ട് സാധിക്കും. ടു ഓവർകം ഓൾ ദോസ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. ഈ ബെഥസ്ത കൊള്ളക്കരയിൽ വന്ന അവസരത്തിൽ യേശു 38 സംവത്സരമായി അവിടെ കിടക്കുന്നതായുള്ള മനുഷ്യനോട് ചോദിക്കുന്നതായുള്ള ചോദ്യമാണ് കുറിവാക്യമായിട്ട് ഞാൻ വായിച്ചത്. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഡു യു വാണ്ട് ടു ബി മെയ്ഡ് ഹോൾ? Don't get disappointed if you don't have a particular talent which you expect in your life. ചെറുപ്പക്കാരിവിടെ കുറച്ച് പേരുണ്ടല്ലോ, വളരെയധികം എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് ജീവിതത്തെക്കുറിച്ച്, അംബീഷൻസ് ഉണ്ട്. But if all those expectations are not met, remember God remains as God. And Jesus remains as Lord and Master in your life. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് പറയുന്നതായുള്ള അനുഭവം. APJ അബ്ദുൽ കലാം ലോകം മുഴുവൻ അറിയുന്നതായുള്ള ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം നമ്മളുടെ പ്രസിഡൻ്റായിട്ട് കുറേ നാൾ ഇരിക്കുകയും ചെയ്തു. അദ്ദേഹം എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പാസ്സായ അവസരത്തിൽ അദ്ദേഹത്തിന് ഫ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. And when he went for the interview, he didn't get it. നിരാശനായി. ആത്മഹത്യ ചെയ്താൽ എന്താണ് എന്ന് വരെ ചിന്തിച്ചു. അതിനായിട്ട് ഒരുങ്ങിയ അവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, ഹിമാലയത്തിൻ്റെ അടിത്തട്ടിൽ കുറേയേറെ സന്യാസിമാരിപ്പുണ്ടല്ലോ, ലെറ്റ് മീ ഗോ ആൻഡ് സ്പെൻഡ് സം ടൈം വിത്ത് ദം. ദൈവിക ചിന്തയുള്ള, ദൈവിക ഭാവമുള്ള ആളുകളുമായിട്ട് സമ്പർക്കം പുലർത്തുക. അവിടെ ചെന്നു അവരുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ ഒരു സാധു പറഞ്ഞു, നിൻ്റെ ജീവിതത്തിൻ്റെ വഴി ദൈവം അടച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നിന്നെക്കുറിച്ച് ദൈവത്തിന് മറ്റൊരു ഉദ്ദേശമുണ്ട്, എ ഡിഫറെൻ്റ് വൺ ഓൾ ടുഗെദർ. ആൻഡ് ഇഫ് ഹി ഈസ് ക്ലോസിംഗ് ദ ഡോർ, റിമെമ്പർ ദാറ്റ് ഹി ഹാസ് ദ ബഞ്ച് ഓഫ് കീസ് ടു ഓപ്പൺ അനദർ ഡോർ ഫോർ യു. ഹി ഹാസ് ദ ബഞ്ച് ഓഫ് കീസ്. ജീവിതത്തിൽ ഇത് ഓർത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നതായിട്ടുള്ള ഒന്നാണ്. കോഴിക്കോടിനടുത്ത് വള്ളിക്കുന്ന് എന്ന് പറയുന്നതായുള്ള സ്ഥലത്ത് റാബിയ എന്ന പേരോടുകൂടി ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്നൊക്കെ സമ്മാനം വാങ്ങിച്ചതായുള്ള ആളാണ്. പക്ഷെ അരയ്ക്ക് താഴെ നിശ്ചലമാണ്, മൂവ്മെൻറ്റ്സ് പ്രയാസമാണ്. അവളതിനെ ഓവർകം ചെയ്തു, അതുകൊണ്ടാണ് മെഡൽ കിട്ടിയത്. എങ്ങനെ ഓവർകം ചെയ്തു? തൻ്റെ പ്രദേശത്തുള്ള ആളുകളുടെ ഇടയിൽ
ഇല്ലിറ്ററേറ്റായുള്ള കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നതിനായിട്ട് താനൊരു പാഠശാല തുടങ്ങി. ആ പ്രദേശത്തുള്ള അനേകം കുഞ്ഞുങ്ങളെ ലിറ്ററേറ്റാക്കി പഠിപ്പിച്ച് വിദ്യാഭ്യാസമുള്ളവരാക്കി തീർത്തു. അതുകൊണ്ടാണ് പ്രസിഡന്റിനെ ആദരിച്ചത്. ഒരിക്കൽ ഈ റാബിയ ഗുരു നിത്യ ചൈതന്യയെ കാണുന്നതിനായി ഊട്ടിയിലുള്ള ഫേൺ ഹിൽസ് വരെ യാത്ര ചെയ്തു. അപ്പോൾ ഈ റാബിയ പറയുന്നുണ്ട്, ഞാൻ അവിടെ ചെല്ലുന്നു എന്നറിഞ്ഞതായുള്ള അവസരം മുതൽ തന്നെ എനിക്ക് അദ്ദേഹത്തിന് അടുത്ത് ചെല്ലുവാണ്ടൊക്കെ റാമ്പൊക്കെ ഉണ്ടാക്കി വേണ്ട എല്ലാ സജ്ജീകരണവും അദ്ദേഹം ചെയ്തിരുന്നു. ഹീ ലവ്ഡ് മീ ഓൾ ദ മോർ. ഹീ ലവ്ഡ് മീ ഓൾ ദ മോർ. നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നതായുള്ള ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഈച്ച് പേഴ്സൺ ക്യാരീസ് ദ പേർപ്പസ് ഓഫ് ഗാഡ്. But when you meet with defeat, failures, difficult situations, remember that God is opening another door for you. Differently abled എന്നാണ് വികലാംഗരായിട്ടുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ ഇന്ന് നാം വിശേഷിപ്പിക്കുന്നത്. ഹാൻഡിക്യാപ്ഡ് എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ദേ ആർ ഹാൻഡിക്യാപ്ഡ്. നോ, ദേ ആർ ഡിഫറൻ്റ്ലി ഏബിൾഡ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ മുമ്പേ ഒരു കൊച്ചിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആനയുടെ പടം പെയിൻറ്റ് ചെയ്തതല്ല കുട്ടിയെക്കുറിച്ച്. അടുത്ത ദിവസം ചെന്ന സമയത്ത് ആ ടീച്ചർ തന്നെ ആ കുട്ടിക്ക് ഒരു കൈറ്റ് കൊടുത്തു, കളർ ചെയ്യുന്നതിനായിട്ട് പട്ടം കൊടുത്തു. അപ്പോൾ അവനതെല്ലാം ഒരു കറുത്ത പെയിൻറ്റ് കൊണ്ടങ്ങ് പെയിൻറ്റ് ചെയ്തു. പിന്നെ ടീച്ചർ ചോദിച്ചേടാ, നിനക്കറിയത്തില്ല ഈ പട്ടം പല നിറത്തിലുള്ളതാണ്? ടീച്ചർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഇന്നലെ പട്ടം പറപ്പിക്കാനായിട്ട് പോയപ്പോൾ അത് ഈ വൈദ്യുതി ലൈനിൽ തട്ടിയിട്ട് അതങ്ങ് ചാർജായി, അതിൻ്റെ നിറം കറുത്തതാണ്. People think differently. Can we accept it? People think differently. God, who is kind and merciful, He has different ways of blessing us. ഈ കുളക്കരയിലേക്ക് യേശു ചെന്നതായുള്ള അവസരത്തിൽ 38 സംവത്സരങ്ങളായി അവിടെ കിടന്നതായുള്ള മനുഷ്യനെ യേശു അവനെടുത്തുനിന്ന് വെള്ളത്തിലേക്ക് മുക്കണമെന്ന് ആഗ്രഹിച്ചത്. But that's not what Jesus did. No, that's not. അവൻ പറയുന്നതായുള്ള പരാതിയും അങ്ങനെയാണ്. ഇവിടെ ദൂതൻ വന്ന് കലക്കുന്നതായുള്ള അവസ്ഥയുണ്ട്. ഞാൻ ബന്ധപ്പെട്ട് ചെല്ലുമ്പോഴത്തേക്ക് എന്നേക്കാൾ മുമ്പതായി ഒരുത്തൻ ചാടിക്കഴിയും. I can't do it. So please help me. ഇതാണ് നമ്മളുടെ എല്ലാ ആഗ്രഹം. യേശു അവനോട് പറഞ്ഞു, നോ, നീ വെള്ളത്തിൽ തൊടുക പോലും വേണ്ട, നീ എഴുന്നേറ്റോ, നിന്റെ കിടക്കെടുത്ത് പോകാം. വെള്ളത്തിലും തൊണ്ട, ചാടുകയും വേണ്ട, മുങ്ങുകയും വേണ്ട, ഒന്നും വേണ്ട. ഗോ. God has different ways of dealing with each one of us. നീ ഇവിടെ നിന്ന് എഴുന്നേൽക്കണം. സാധിക്കുമോ? ദൈവത്തോട് പോലും നാം പ്രാർത്ഥിക്കും, ദൈവമേ, എൻ്റെ പ്രകൃതി ഇങ്ങനെയാണ്, ഞാൻ എന്നാ ചെയ്യാൻ? But God can mold you, transform you. God can change you. നമ്മുടെ ഫെമിലിയറായിട്ടുള്ള നമ്മുടെ സാഹചര്യങ്ങളെയൊക്കെ ഒന്ന് വിടാതെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് എന്ന് വിചാരിക്കുന്നതിനെ കളയാതെ, ഈ കക്ഷത്തിലിരിക്കുന്നത് പോകാതെ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാൻ വെക്കുക.
Are we prepared to leave certain things in our life? വിടണം എന്നത് തന്നെയാണ് കർത്താവ് പറയുന്നത്. നീ ഇവിടെ നിന്ന് എഴുന്നേറ്റേ ഒക്കുള്ളൂ. എഴുന്നേക്ക, ഒരു കൽപ്പനയാണ്, ആജ്ഞാപിക്കുകയാണ്. എഴുന്നേറ്റോ. മാത്രമല്ല നിന്റെ കിടക്കയും കൂടെ നീ എടുക്കണം. അല്ലെങ്കിൽ നീ തിരിച്ചു വന്ന് ഇവിടെ കിടക്കും. വേണ്ട, കിടക്ക എടുത്തു, അതുകൂടെ ഞാൻ കൊണ്ടുപോയിക്കും. And you should go forward, not backward. മുമ്പോട്ട് പോകുന്നതിനാണ് നിനക്ക് സാധിക്കണം. ദാറ്റ് ഈസ് ദ മിഷൻ വിച്ച് ഗോഡ് ഹാസ് ഗിവൻ ടു us. മുമ്പോട്ട് പോകണം. ഇനി എനിക്ക് ഒട്ടും മേലെ എന്ന ദൈവസ്ഥാനത്തിൽ പറയുന്നതായുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും. എനിക്കിനി ഒട്ടും മേലെ. എന്തോ പറഞ്ഞിട്ടാ പറയുന്നത്? മേഴ്സി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പെൺകുട്ടി, അവൾക്ക് ഇഷ്ടപ്പെട്ടതായുള്ളൊരു യുവാവിനെയാണ് വിവാഹം കഴിച്ചത്. അതുകൊണ്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കൊന്നും ഇഷ്ടമില്ലായിരുന്നു, ഡിസ്കാർഡ് ചെയ്തു. എന്നാൽ അവരെ ബന്ധപ്പെട്ട് ജോലി ചെയ്ത് അധ്വാനിച്ച് പണമൊക്കെ ഉണ്ടാക്കി കുറച്ച് സ്ഥലമൊക്കെ വാങ്ങി വീട് വെച്ച് അവിടെ സന്തോഷമായിട്ട് വസിച്ചു. 2 മക്കൾ അവർക്കുണ്ടായി. എന്നാൽ all on a sudden he met with an accident. ഭർത്താവ് കട്ടിലെ കിടപ്പാണ്, എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. മേഴ്സി കൂടെ ഒന്ന് പരിചരിച്ചു. പക്ഷെ എത്ര നാള്? കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു മദ്യപാനിയായിട്ട് മാറി. ഉള്ളതെല്ലാം കുടിച്ചു തീർത്തു. അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയിൽ നിന്ന് ചികിത്സിക്കുന്നതിനായിട്ട് തന്നെ തങ്ങളുടെ സ്ഥലവും വീടും എല്ലാം പണയം വെച്ചാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. എൻ്റെ കൂടെ കുടിയും കൂടി ആയപ്പോൾ പറയുകയും വേണ്ട, എല്ലാം പോയി. അദ്ദേഹം അങ്ങ് മരിക്കുകയും ചെയ്തു. വാട്ട് വിൽ മേഴ്സി ഡു വിത്ത് ദ ചിൽഡ്രൻ? നിങ്ങളിൽ എത്ര പേരെ ഈ കമ്പിളിക്കുന്നത്തെ കൽഭരണികൾ എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാനായിട്ട് പാടില്ല. ബാബു എബ്രഹാം എഴുതിയൊരു നല്ല പുസ്തകം, കിട്ടിയിട്ടില്ലെന്ന് വായിക്കുന്നത് നല്ലതാണ്. അവിടെ നന്ദിക്കുന്നേൽ മേരി എന്ന് പറയുന്നത് അവരുടെ ഒരു അമ്മയുണ്ട്. 4 പിള്ളേരെ വളർത്തുകയാണ്. അപ്പൻ മദ്യപാനിയാണ്. വീട്ടിൽ വന്ന ആദ്യം കിട്ടുന്നത് ചെകിട്ടത്തൊരടിയാണ്. ഇത് സഹികെട്ട് മക്കളെ കൊണ്ടുപോയി കാട്ടിൻ്റെ ഒരു സ്ഥലത്ത് ഡെറിയൊക്കെ വിരിച്ച് അവിടെ കിടത്തും. നേരത്തെ തന്നെ ഭക്ഷണം കൊടുക്കും, അവിടെ കൊണ്ടുപോയി കിടത്തും. പിന്നെ ഈ അപ്പം വന്ന് അടിക്കുന്നതൊക്കെ ഞാൻ സഹിച്ചോളാം, പിള്ളേർ കാണണ്ട. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ബോധോദയം ഉണ്ടായത്, ഞാനിങ്ങനെ ജീവിച്ചാൽ ഒക്കത്തില്ല, ഞാൻ ഇനി മലബാറിൽ പോകാം, അവിടെ പോയി വല്ല പണമൊക്കെ ഉണ്ടാക്കിയിട്ട് തിരികെ വരാം. അപ്പോൾ ഈ ഭാര്യ ചോദിക്കുന്നത്, നിങ്ങൾ എന്തോ ഈ ചെയ്യാനായിട്ട് പോകുന്നത്? ഞാൻ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എന്താ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്? അദ്ദേഹം പോയി. കുറേ കഴിഞ്ഞപ്പോൾ പിള്ളേരെ എല്ലാം വിളിച്ചിട്ട് ഈ അമ്മ പറയുന്നുണ്ട്, മക്കളെ നമുക്കിവിടെ അടുത്തുള്ള ഡാമിൻ്റെ മുകളിൽ ചെന്നിട്ട് നിങ്ങൾ ആദ്യം വെള്ളത്തിലേക്ക് ചാടണം, പിന്നെ ഞാൻ ചാടിക്കൊള്ളാം, നമുക്ക് ആത്മഹത്യ ചെയ്യാം കുടുംബമായിട്ട്. അപ്പം അതിനകത്ത് ഒരു പെൺകുട്ടി അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ എനിക്ക് വെള്ളത്തിൽ ചാടാൻ പേടിയാണ്, അമ്മ അങ്ങ് ആദ്യം ചാട്, പിന്നെ ഞാൻ ചാടാം. അല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മെ അറിയാൻ പാടില്ലാത്തതായുള്ള അടുത്തുള്ള ഗ്രാമങ്ങളിലെങ്ങാനും പോയി അവിടെ എങ്ങാനും പാർക്കാം, അവരെന്തായാലും തരുന്നത് കൊണ്ട് നമുക്ക് ഭക്ഷിക്കാം. എന്നാണ് ആത്മഹത്യനെ പിന്തിരിഞ്ഞു ജീവിക്കുന്നതിനായിട്ട് താല്പര്യപ്പെട്ടു. അവർ ജീവിച്ചു. 10-14 വർഷങ്ങളോളം അപ്പനെ കൂടാതെ മക്കളെ പോറ്റി വളർത്തി.
ഒരാളാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്, ബാബു എബ്രഹാം എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഇപ്പോൾ ജർമ്മനിയിൽ ജോലിയാണ്, പ്രൊഫസറായിട്ട് ജോലിയാണ്. ഗോഡ് ഹാസ് പ്ലാൻസ് ഫോർ അവർ ലൈഫ്. അതവിടെ ഇരിക്കട്ടെ. ഈ വിഷമതകൾ വരുന്നതായുള്ള അവസരത്തിൽ ക്യാൻ വി ട്രസ്റ്റ് ഗോഡ്? നമ്മുടെ ഈ ജൂബിലിയിലെ പ്രധാനപ്പെട്ട ചിന്താവിഷയമാണ് വിശ്വസിക്കുക, നങ്കൂരമിടുക. വിശ്വസിക്കുക എന്ന് പറയുന്നത് ട്രസ്റ്റ് ഗോഡ് ഇൻ അഡ്വാൻസ്, വിച്ച് മേക്സ് സെൻസ് ഓൺലി ഇൻ റിവേഴ്സ്. എന്താ വരാനായിട്ട് പോകുന്നു എന്നുള്ളത് പിന്നെ അനുഭവിച്ചറിയാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. യു ഹാവ് ടു dare to go forward. ഈ മേഴ്സിയെ റീന എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സ്നേഹിത VSV എന്ന് പറയുന്നതായിട്ടുള്ള സംഘടനയുമായിട്ട് ബന്ധിപ്പിച്ചു. VCB എന്ന് പറയുന്നതായിട്ടുള്ള സംഘടനയുമായിട്ട് ഈ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ എല്ലാ സാധനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടൊരു സ്ഥാപനമാണ്. മനുഷ്യർക്ക് ആവശ്യമായുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ആളുകൾക്ക് ജോലിയൊക്കെ കൊടുത്ത് സംഘടിപ്പിച്ച് ചെയ്യുന്നതായിട്ട് ടീം വർക്കാണ്. അപ്പോൾ അവിടെ മേഴ്സി ചേർന്നു. മേഴ്സി അവിടെ ജോലി ചെയ്തു, മക്കളെ വളർത്തി. തനിക്ക് പിന്നീട് സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങുന്നതിനും വീട് വയ്ക്കുന്നതിനൊക്കെ ഇടയായിട്ട് തോന്നുന്നു. എ ഡിഫറെൻറ്റ് ചാപ്റ്റർ ഇൻ ദ ലൈഫ് ഓഫ് മേഴ്സി. അതിൻ്റെ അവസാനം ഞാൻ വായിക്കുകയുണ്ടായി, മേഴ്സിയുടെ 3 മക്കളിൽ 2 പേര് ഇപ്പോൾ തന്നെ ഗൾഫിലാണ്, 3-ാമത്തെ ആൾ വിദേശത്തേക്ക് പോകുന്നതിനായിട്ടുള്ള ക്രമീകരണത്തിലാണ്, പഠിച്ചുകൊണ്ടിരിക്കുക. God has different plans for each of our life. Can we think differently? Can we accept the difference of the other person? യൂസുഫ് എന്ന് പറയുന്നതായുള്ളൊരു മനുഷ്യനെക്കുറിച്ച് ഞാൻ വായിക്കുകയുണ്ടായി. അദ്ദേഹത്തിനൊരു ധർമ്മസങ്കടമുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മ കൂടെയുണ്ട്, ഭാര്യയും കൂടെയുണ്ട്. അഖില എന്ന് പറയുന്ന ഭാര്യ. അഖിലയ്ക്കൊരു പ്രശ്നം, ഈ അമ്മായിയമ്മയെ സ്വീകരിക്കാൻ വിഷമമാണ്. എന്നെ കൊല്ലാനായിട്ട് വന്നിരിക്കുകയാണ് എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് എന്നും വഴക്കാണ്. അപ്പോൾ ഈ മകൻ എന്നാ ചെയ്യും? മകനാകപ്പാട് ധർമ്മസങ്കടത്തിലായി. അവൻ ആലോചിച്ച് പ്രാർത്ഥിച്ചൊരു തീരുമാനം എടുത്തു. അമ്മ നല്ലൊരു അമ്മയാണ്. അതുകൊണ്ട് അമ്മയെ സ്നേഹിക്കുന്നതായുള്ള ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാം. ആൻഡ് ഹി ഡിഡ് ഇറ്റ്. അപ്പോഴാണ് അഖിലയ്ക്ക് തൻ്റെ ജീവിതത്തിലെ തെറ്റുകൾ മനസ്സിലായത്, പശ്ചാത്തപിച്ചു. എന്നാൽ ഹി തോട്ട് ഡിഫറൻ്റ്ലി. അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ കൂട്ടു നിൽക്കുന്നവരെല്ലാം മാറിപ്പോയെങ്കിലും വീട്ടുകാരും മറ്റുള്ളവരെല്ലാം വിമർശിക്കുന്നുണ്ട്. വൈ ഡിഡ് യു ഡു ദിസ്? ബട്ട് ദാറ്റ് വാസ് ദ ഓൺലി സൊല്യൂഷൻ ആൻഡ് ഹി ഡിഡ് ഇറ്റ്. ആക്സെപ്റ്റ് ദ ഡിഫറൻസസ്. 2-3 കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞങ്ങ് പോകട്ടെ. ഒന്ന്, മറ്റുള്ളവരെ ആദരിക്കുന്നതിനായിട്ടും സ്വീകരിക്കുന്നതിനായിട്ടും നമുക്ക് മനസ്സൊരുക്കം ഉണ്ടാകണം. മറ്റുള്ളവരെ ആദരിക്കുന്നതിനായിട്ടും സ്വീകരിക്കുന്നതിനായിട്ടും നമുക്ക് മനസ്സൊരുക്കം ഉണ്ടാകണം. ഹൂ ഇസ് ദി അതർ? അതിനെ ഡിഫൈൻ ചെയ്യുന്ന പ്രകാരമാണ്. If the other is a partner in your life, the other is an extension of your own life. The other is an extension of your own life. നിൻ്റെ ജീവിതത്തിന് തുടർച്ചയാണ് അപരനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതിനെ സ്വീകരിക്കുന്നതിനായിട്ടാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. Secondly, when problems mount up in your life, always believe that God the Creator has a way for us designed and given to us.
ഒന്ന്, ഞാൻ ആവശ്യപ്പെട്ടത് നാം ഓരോരുത്തരുടെയും വ്യക്തിത്വത്തെ ആദരിക്കുന്നതിനായിട്ടും സ്വീകരിക്കുന്നതിനായിട്ട് ഇടയായിട്ട് തരണം. Honor the other person, accept the other person. രണ്ടാമതായിട്ട്, നമ്മളുടെ ജീവിതത്തിൽ അവഗണനയല്ല ആവശ്യമായിരിക്കുന്നത്, നിലപാടുകളാണ്. അവഗണിക്കുന്നതിനായിട്ട് നമുക്ക് എളുപ്പമാണ്. To reject the persons, to marginalize them, it's easy. നിലപാടുകൾ എടുക്കുന്നതിനായിട്ട് സാധിക്കും. ഒരു സഭയെ സംബന്ധിച്ചോളം, ഇന്നലെ ക്ലിമ്മീസ് ബാവ സഭയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മോട് പറയുന്നുണ്ട്. സഭയെ സംബന്ധിച്ചോളം ദൈവരാജ്യത്തിൻ്റെ വളർച്ചയിലേക്ക് ലോകത്തെ നയിക്കുക എന്നതാണ് സഭയുടെ മിഷൻ. ദൈവരാജ്യത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുക എന്നതാണ്. വിവാഹത്തിൻ്റെ അവസരത്തിൽ ഓർപ്പിക്കുന്നതായുള്ളൊരു വസ്തുതയുണ്ട്. നിനക്ക് രാത്രിയോ പകലോ ഒക്കെ അധ്വാനിച്ചേ കിട്ടുന്നതായുള്ള സമ്പാദ്യം നിൻ്റേതല്ല, ദൈവം നിനക്ക് തരുന്നതാണ്. യു ആർ ഓൺലി സ്റ്റുവേർഡ്സ്. അതുകൊണ്ട് നിൻ്റെ സമ്പാദ്യത്തിൽ ഒരംശം വേർതിരിച്ച് മറ്റുള്ളവരുടെ ഉദ്ധാരണത്തിനായിട്ട് വിനിയോഗിക്കണം. Can we do that? ഇന്നലെ റിപ്പോർട്ട് വായിച്ചതായുള്ള അവസരത്തിൽ ഈ ജൂബിലി വർഷത്തിൽ 50 വർഷങ്ങൾ പൂർത്തിയായതായുള്ള അവസരത്തിൽ അനേക കാര്യങ്ങൾ പലരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ചെയ്തതൊക്കെ പറയുകയുണ്ടായി. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാനാണോ? ഇതെല്ലാം ഓരോ ജീവകാരുണ്യ പ്രവർത്തനവും ഈ ഇടവക അല്ലെങ്കിൽ ഈ സഭ എന്തായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു സൈൻ പോസ്റ്റാണ്. എൻ്റെ നിലപാടാണ് എടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള സൂചനയാണ്. അവിടെയാണ് ഇല്ലിറ്ററേറ്റായിട്ടുള്ള ആളുകളെ പഠിപ്പിക്കണമെന്നുള്ളതും ദീനമായി കിടക്കുന്നവരെ സൗഖ്യമാക്കണമെന്നുള്ളതും വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമെന്നുള്ളതും എല്ലാം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇതെല്ലാം ചെയ്യുക എന്നതാണ് ഇനിയുമുള്ള വർഷങ്ങളിൽ ഈ ഇടവകയുടെ ദൗത്യം. ആർ വി പ്രിപ്പയർഡ്? അവഗണനയല്ല ആവശ്യം, നിലപാടുകൾ എടുക്കുന്നതിനായിട്ട് സാധിക്കും. ഡിസൈഡ് ആൻഡ് ഡു ഇറ്റ്. ഡിറ്റർമിനേഷൻ ഉണ്ടോ? ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ. മൂന്നാമത്, ഈ മുറിവുകളിലൂടെ ദൈവത്തെ കാണാനായിട്ടല്ല നാം ശ്രമിക്കേണ്ടത്. പിന്നെ മുറിവുകൾക്കപ്പുറത്തായിട്ടുള്ള ദൈവത്തെ കാണുന്നതിനായിട്ട് സാധിക്കണം. ഈ മുറിവുകൾ മാത്രമാണ് കാണുന്നതെങ്കിൽ ഈ ക്രൂശിതനായുള്ള യേശുവിനെ മാത്രമേ കാണുകയുള്ളൂ. മുറിവുകൾക്കപ്പുറത്ത് എന്ന് പറയുന്ന അവസരത്തിൽ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റതായുള്ള യേശുവിനെ കാണണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നതായുള്ള യേശുവിനോടൊന്നിച്ച് വിജയകരമായുള്ള ജീവിതം നയിക്കുവാൻ, ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ, വിശ്വാസ ജീവിതം നയിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയായിട്ട് തീരണം എന്നതാണ് എൻ്റെ അർത്ഥം. 3 കാര്യങ്ങളാണ് ഞാൻ പറയുന്നതിനായിട്ട് ശ്രമിച്ചത്. ഒന്ന്, നാം മറ്റുള്ളവരെ ആദരിക്കുകയും അംഗീകരിക്കുകയും വേണം. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. 2, അവഗണനയല്ല, നിലപാടുകളാണ് ആവശ്യം. 3, മുറിവുകളിൽ കൂടെ കാണുന്ന ദൈവത്തെ അല്ല ആവശ്യം, മുറിവുകൾക്കപ്പുറത്തായിട്ട് കാണുന്ന ദൈവത്തെ, ഉയർത്തെഴുന്നേറ്റതായ യേശുവിനെ കാണുക അത്രേ ആവശ്യമായിരിക്കുന്നത്. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് കർത്താവായ യേശു ക്രിസ്തു ചോദിച്ചത് ആ കുളക്കരയിൽ കിടന്നതായുള്ള മനുഷ്യനോട് മാത്രമല്ല, ഇന്ന് നമ്മോടും ചോദിക്കുന്നതായുള്ള ചോദ്യമാണ്. ഡു യു വാണ്ട് ടു ബി മെയ്ഡ് ഹോൾ? നിനക്ക് ദൈവം തന്നിരിക്കുന്നതായുള്ള ആയുസ്സിൻ്റെ പൂർണ്ണത അനുഭവിപ്പാൻ നിനക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ ക്ലിങ് ഓൺ ടു ഹിം, അവനിൽ വിശ്വസിക്കുക. എവറിത്തിങ് ഈസ് പോസിബിൾ വിത്ത് ദ വൺ ഹു ഇൻകാർണേറ്റഡ്. നമ്മുടെ ഇടയിൽ മനുഷ്യനായിട്ട് ജീവിക്കുവാൻ വന്നതായുള്ള കർത്താവായ യേശു ക്രിസ്തു സകലത്തെയും അതിജീവിക്കുന്നതായുള്ള ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനോടൊന്നിച്ച് വിജയോത്സവമായി നമ്മെ നടത്തുന്നതായുള്ള ദൈവിക അനുഭവമാണ് ജീവിതത്തിൽ ഉളവാകുവാൻ സാധ്യമാകേണ്ടത്.